ഗുഡ് മോർണിംഗ്. കോഫി വിത്ത് ക്രൈസ്റ്റ്. ഹലോ ഹലോ. വെഡ്ഡിംഗ് ഡ്രസ് എവിടെ? നിങ്ങളുടെ വിവാഹ വസ്ത്രം എവിടെയെന്ന് ഒരു കഥ പറയാം. ഒരു സ്കൂളിലെ ആനുവൽ ഡേ അടുത്തപ്പോഴ് PTA-കാരെല്ലാം കൂടെ ഒരു തീരുമാനം എടുത്തു. കുട്ടികൾക്കും അധ്യാപകർക്കും നോൺ ടീച്ചിങ് സ്റ്റാഫിനും എല്ലാവർക്കും കൂടി ഒരേ ഡ്രസ് കോഡ്. ആനുവൽ ഡേ സെലിബ്രേഷൻ വരുന്നവരെല്ലാം ഒരേ തരത്തിലുള്ള ഡ്രസ്സ് ഇടണമെന്ന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ അവർക്കുള്ള ഡ്രസ് മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തു. സ്വന്തം അളവിൽ തയ്പ്പിച്ച് എല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ഇടണം. കുട്ടികൾക്കും ടീച്ചേഴ്സിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും എല്ലാം ഭയങ്കര ആവേശമായി. എല്ലാവരും പറഞ്ഞതിന് മുൻപേ തന്നെ ഡ്രസ്സെല്ലാം തയ്പ്പിച്ച് മിടുക്കികളായിട്ട് ടീച്ചർമാരെല്ലാം ആവേശത്തോടു കൂടി ആ ഒരു ആനുവൽ ഫംഗ്ഷന്റെ ദിവസം അതേ ഡ്രസ്സ് ഇട്ടിട്ട് കയറി വന്നു. ഇന്നത്തെ പല ട്രെൻഡ് ഉണ്ടല്ലേ, ഡ്രസ് കോഡ്. കല്യാണത്തിനൊക്കെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഒരേ തരത്തിലുള്ള ഡിസൈനിലുള്ള ഒരേ കളറിൽ മാച്ച് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത്. അതുപോലെ അവരൊന്ന് ശ്രമിച്ചതാണ്. ഏതാണ്ട് എല്ലാവരും തന്നെ അതേ ഡ്രസ്സിന് വന്നപ്പോഴത്തേക്കും അതിൽ ഒരു കുട്ടി തന്നെത്താൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തിനാ ഈ ഡ്രസ്സ് ഇടുന്നത്? ഇതിനെക്കാട്ടിലൊക്കെ വില കൂടിയ ഡ്രസ്സ് എൻ്റെ അപ്പൻ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ. എന്നാൽ പിന്നെ ആ ഒരു യൂണിഫോം ഇടാതെ ഈ ഒരു നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള അപ്പൻ വാങ്ങിച്ചു തന്ന ഈ മനോഹരമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുണ്ടോ എന്നാൽ എന്നെ എല്ലാവരും ശ്രദ്ധിക്കും. അവൻ മാത്രം പാർട്ടി വിയർ ഒരു ഡ്രസ്സും ധരിച്ച് അന്ന് ആനുവൽ ഫംഗ്ഷന് വന്നു. എല്ലാവരും സീറ്റിലിരിക്കുമ്പോൾ പ്രിൻസിപ്പൾ സ്റ്റേജിൽ നിന്ന് നോക്കി. വളരെ സന്തോഷം, എല്ലാവരും ആനുവൽ ഫംഗ്ഷന് പറഞ്ഞതുപോലെ യൂണിഫോമിൽ തന്നെ വന്നിരിക്കുന്നു. എന്നാൽ ആ കാഴ്ച അദ്ദേഹം ഇങ്ങനെ പരിധി നോക്കിയപ്പോഴത്തേക്കും അതിൽ ഒരു വ്യക്തി മാത്രം, ഒരു വിദ്യാർത്ഥി മാത്രം അവന് മറ്റൊരു വസ്ത്രം ധരിച്ച് കണ്ടപ്പോഴത്തേക്കും പതുക്കെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന ആ വിദ്യാർത്ഥിയോട് ചോദിച്ചു, മോനെ, നീ എന്താ ആനുവൽ മീറ്റിങ്ങിന് നമ്മൾ പറഞ്ഞതുപോലെ യൂണിഫോം ധരിച്ച് വരാതിരുന്നത്? പിന്നെ ഉണ്ടായ സംഭവം നമുക്കറിയാമല്ലോ അല്ലെ, ഊഹിക്കാം. ഇതിലൊരു സന്ദേശമുണ്ട്. ആ സ്റ്റുഡന്റ് നല്ല മനോഹരമായ വസ്ത്രമാണ് ധരിച്ചു വന്നത് എങ്കിലും ആ ഫംഗ്ഷന് അത് ശരിയായ ഡ്രസ് അല്ലായിരുന്നു. മത്തായി 22-ാം അധ്യായത്തില് രാജാവിന്റെ മകന് വേണ്ടിയിട്ട്, പുത്രന് വേണ്ടിയിട്ട് ഒരുക്കിയ വിവാഹ വിരുന്നിന്റെ ഉപമയെക്കുറിച്ച് പറയുന്നു. കോണ്ടെക്സ്റ്റ് ഇതേപോലെയൊക്കെ തന്നെയല്ലേ. എല്ലാവർക്കും ക്ഷണം ലഭിച്ചു. നല്ലവരെന്നില്ല, ചീത്തവരെന്നില്ല, ദരിദ്രരെന്നില്ല, സമ്പന്നരെന്നില്ല, ഒരു വ്യത്യാസവും ഇല്ല. വഴി കണ്ട എല്ലാവരെയും വിളിച്ചു. കല്യാണത്തിന് എല്ലാവരും ക്ഷണിക്കപ്പെട്ടു. പക്ഷേ ഒറ്റ കണ്ടീഷൻ, ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. കല്യാണത്തിന്റെ ക്ഷണസമയത്ത് കൊടുത്ത വസ്ത്രം, അവർക്ക് വരുമ്പോഴത്തേക്ക് ഇടേണ്ട ഒരു മേലങ്കി, അതിട്ട് വേണം വരാനായിട്ട്. വിവാഹ വിരുന്ന് നടക്കുന്നതിനിടയിൽ രാജാവ് അവരെല്ലാം കാണാനായിട്ട്, അവരോടെല്ലാം കുശലം പറയാനായിട്ട് വിവാഹ വിരുന്ന് നടക്കുന്ന പന്തലിലേക്ക് വരികയാണ്. അതിൽ ഒരാൾ മാത്രം വിവാഹ വസ്ത്രം ധരിക്കാതെ, രാജാവ് കൊടുത്തിരുന്ന മേലങ്കി ധരിക്കാതെ വന്നപ്പോഴത്തേക്കും രാജാവ് ചോദിക്കുക, ബ്രോ, നിന്റെ വിവാഹ വസ്ത്രം എവിടെ? ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് പതിയട്ടെ. നിന്റെ വിവാഹ വസ്ത്രം എവിടെ? എന്താണ് ഈ വിവാഹ വസ്ത്രം? എന്താണ് അതിൻ്റെ ആവശ്യം? വിവാഹ വസ്ത്രം രാജാവ് നൽകിയതാണ്. അത് നമ്മൾ സ്വന്തമായിട്ട് നേടിയെടുത്തതല്ല. നമ്മൾ ചെയ്ത സൽപ്രവർത്തികളോ കർമ്മങ്ങളോ നമ്മളോ ഉണ്ടാക്കിയ വില കൊടുത്ത് വാങ്ങിയതോ അല്ല. അത് രാജാവിന്റെ സമ്മാനമാണ്. കാരണം യെശയ്യാ 61:10 പറയുന്നു, അവിടുന്ന് രക്ഷയുടെ ഉടയാട ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി നമ്മെ അണിയിക്കുകയും ചെയ്യും. റോമൻ കത്തോലിക്ക സഭയുടെ കുർബാന സ്വീകരണത്തിന് തൊട്ട് മുൻപ് പുരോഹിതൻ അൾത്താരയിൽ നിന്ന് തിരുശരീരവും തിരുരക്തവും ഉയർത്തിപ്പിടിച്ചിട്ട് പറയും, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അത് കേട്ടിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ അടുത്ത മറുപടി പറയുന്നതെന്ന് നമുക്കറിയില്ല. ഈ വിവാഹ വസ്ത്രം ധരിക്കാനായിട്ട് നീ മാമോദീസായില് നിനക്ക് നൽകപ്പെട്ട വിവാഹ വസ്ത്രം ഇപ്പോഴും മലിനമാകാതെ നീ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് അവിടെ പറയുന്നത്. നീതിയുടെ മേലങ്കിയാകുന്ന വിവാഹ വസ്ത്രം നീ സ്വയം ഉണ്ടാക്കിയെടുത്ത നീതിയല്ല, മറിച്ച് ക്രിസ്തു തന്ന നീതിയുടെ വിവാഹ വസ്ത്രം. അന്തിമ പരിശോധനയുണ്ട് കേട്ടോ. വിരുന്നിന്റെ സമയത്ത് രാജാവ് ഓരോ അതിഥിയെയും ശ്രദ്ധിച്ചു നോക്കാനായിട്ട് വരും. അതുപോലെ ഒരു ദിനം അടുത്തു വരുന്നു. ദൈവം നമ്മെ പരിശോധിക്കുകയും നമ്മളെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ദിനം. പള്ളിയിലെ മെമ്പർ ആയിരിക്കാം, എല്ലാ പള്ളിയിലെ ചടങ്ങുകൾക്കും മറ്റ് പൊതു ചടങ്ങുകൾക്കും സമൂഹത്തിലും എല്ലാം നല്ല പേരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഒറ്റ ചോദ്യം മാത്രം, നീ ഇപ്പോഴും
ക്രിസ്തുവിനെ ധരിച്ചിട്ടുണ്ടോ? റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. അതിന്റെ കാരണം തൊട്ട് മുകളിലത്തെ വാക്യത്തിലും 13-ന്റെ 12 പറയുന്നു, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആലപ്പുഴ രൂപതയുടെ കുരിശിന്റെ വഴിയിൽ 10-ാം സ്ഥലം എത്തുമ്പോഴത്തേക്കും അവിടെ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാട്ട് അവര് രചിച്ചു വെച്ചിട്ടുണ്ട്. ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്: ജ്ഞാനസ്നാനത്തിൽ കാരുണ്യപൂർവ്വം ലബ്ധമായൊരു തൂവള്ള വസ്ത്രം, ദൈവദാനങ്ങൾ തൻ ദീപ്തി പൂണ്ടോരന്യൂനമാം വസ്ത്രം, അത് കൈവിടാതിരിക്കാൻ കർത്താവേ ഞങ്ങൾക്ക് വരം നൽകണമേ എന്നാണ് യേശുവിന്റെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുമ്പോഴെന്നുള്ള സ്ഥലത്ത് ധ്യാനിക്കുമ്പോഴത്തേക്കും ജനങ്ങൾ പാടുന്നത്. മാമോദീസായുടെ സമയത്ത് ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞ് പുരോഹിതനൊരു വെള്ള തുണി ആ കുഞ്ഞിന്റെ മുകളിലേക്ക് ഇടുമല്ലേ. ആ വെള്ള തുണിയുടെ കാര്യമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അതൊരു പ്രതീകം മാത്രമാണ്. നീ അധ്വാനിക്കാതെ നിനക്ക് കിട്ടിയ നിത്യജീവന്റെ കവാടം കടക്കാൻ വേണ്ടി പ്രാപ്തമാക്കുന്ന ക്രിസ്തുവിന്റെ നീതിയുടെ വസ്ത്രം ഇപ്പോഴും നിനക്കുണ്ടോ? മാമോദീസയ്ക്ക് കിട്ടിയതാ? അതോ ആ വസ്ത്രം ഇന്ന് മലിനമായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വെളിപാട് പുസ്തകം 7-14 പറയുന്നു, അവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി കഴുകി വെളുപ്പിച്ചവർ. 3 സംഭവം കൂടെ ഒന്ന് ക്രോഡീകരിച്ച്. സ്കൂൾ ആനുവൽ ഡേക്കുള്ള വസ്ത്രം, മത്തായി 22 പറയുന്ന വിവാഹ വസ്ത്രം, വെളിപാട് 7-14 പറയുന്ന കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ച വസ്ത്രം. ചേർത്ത് വായിച്ചാൽ ഇന്നത്തെ മെസ്സേജിന്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാകും. തീരുമാനമെടുക്കാം, നഷ്ടപ്പെടല്ലേ. മാമോദീസായിൽ ദൈവദാനമായി കിട്ടിയ ക്രിസ്തുവിന്റെ നീതിയുടെ വസ്ത്രം മലിനമാകാതെ സൂക്ഷിക്കണം. അഥവാ മലിനപ്പെട്ടാൽ കുഞ്ഞാടിന്റെ രക്തത്തിൽ എൻ്റെ കണ്ണുനീർ കൊണ്ട് അത് കഴുകി വിശുദ്ധീകരിച്ച് വീണ്ടും യാത്ര തുടരണം. കാരണം രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അവൻ്റെ വരവ് ഏറ്റവും അടുത്തു. മലിനപ്പെടരുതേ, നഷ്ടമാകരുതേ. നിന്റെ കിരീടം നീ തന്നെ സൂക്ഷിക്കണം. ആമേൻ. ജ്ഞാനസ്നാനത്തിൽ കാരുണ്യപൂർവം ലബ്ധമായോരതു വെള്ളവസ്ത്രം, ദൈവദാനങ്ങൾ തൻ ദീപ്തി പൂണ്ടോരന്യൂനമാം വസ്ത്രം, കൈവീടായി വാൻവരം നൽകനാഥ, കൈവീടായി വാൻവരം നൽകനാഥ. കുഞ്ഞാടിന്റെ രക്തത്തിൽ നമുക്ക് നമ്മുടെ കർത്താവ് തന്ന നീതിയുടെ വസ്ത്രം മലിനപ്പെട്ടിട്ടുണ്ടെങ്കിൽ കഴുകി വെളുപ്പിക്കാം. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ.